ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പാസ്റ്റ് സെന്റൻസുകൾ പഠിക്കാം. പാസ്റ്റ് സെന്റൻസ് മാത്രമല്ല, ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് ഓരോരോ, ഇതിപ്പം ഒരു സബ്ജക്റ്റും ഒരു വെർബും ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു മെത്തേഡും കൂടി പഠിക്കാം കേട്ടോ. അതോട് കൂടിയിട്ട് ഒരുപാട് വെർബിന്റെ പാസ്റ്റ് നമ്മൾ പഠിച്ചു കഴിയും. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ വിളിച്ചു. അല്ലേ, ഞാൻ ഒരാളെ വിളിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്, ഐ. ഇനി വിളിക്കുക കോളാണ്. കോളിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് കോൾഡ് ആണ്. ഐ കോൾഡ്, ഞാൻ വിളിച്ചു. ഞാൻ അവളെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ കോൾഡ് ഹർ, ഞാൻ അവളെ വിളിച്ചു. ഞാൻ അവനെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ കോൾഡ് ഹിം, ഞാൻ അവനെ വിളിച്ചു. നിന്നെ വിളിച്ചു എങ്ങനെ പറയാം, ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വെർബ് പറയുകയാണെങ്കിൽ ഞാൻ കുടിച്ചു. അല്ലേ, ഞാൻ കുടിച്ചു. ഇവിടെ ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ തന്നെ പറയാനായിട്ട് പറ്റൂ കേട്ടോ. കാരണം പാസ്റ്റില് സബ്ജക്റ്റ് ഏതായാലും വെർബിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ പ്രസന്റിലും പ്രസന്റ് പെർഫെക്റ്റിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. പാസ്റ്റിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഒരു പ്രശ്നമല്ല. അതുപോലെ ഫ്യൂച്ചറിലും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, ഞാൻ കുടിച്ചു. ഞാൻ കുടിച്ചു എന്ന് പറയുമ്പോൾ ഐ ഡ്രാങ്ക്. ഡ്രിങ്കിന്റെ V2 ആണ് ഡ്രാങ്ക് എന്ന് പറയുന്നത്. ഡ്രാങ്കും ഉണ്ട്, ഡ്രങ്കും ഉണ്ട് കേട്ടോ. ഈ ഡ്രങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവാസിന്റെ കൂടെയാണ്. ഡ്രാങ്ക് എന്ന് പറയുന്നത് V2 ആണ്. അപ്പം ഞാൻ കുടിച്ചു, ഐ ഡ്രാങ്ക്. ഇനി ഞാൻ വെള്ളം കുടിച്ചു, ഐ ഡ്രാങ്ക് വാട്ടർ. ഞാൻ പാല് കുടിച്ചു, ഐ ഡ്രാങ്ക് മിൽക്ക്. ഞാൻ കുറച്ച് പാല് കുടിച്ചു, ഐ ഡ്രാങ്ക് സം മിൽക്ക്. ഐ ഡ്രാങ്ക് സം വാട്ടർ. ഐ ഡ്രാങ്ക് എ ജ്യൂസ്, ഞാനൊരു ജ്യൂസ് കുടിച്ചു. ഈ സെന്റൻസുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളതാണ്. എഴുതുക എന്നുള്ള വെർബ് എടുക്കാം. അല്ലെ, ഇങ്ങനത്തെ വെർബ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ V2 V3 എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫറൻസ് മെത്തേഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെർബുകളൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ എഴുതി. ഇനി അവൾ എഴുതി എന്ന് പറയുകയാണെങ്കിലും ഷീ റോട്ട് എന്ന് തന്നെയാണ് കേട്ടോ. റൈറ്റിന്റെ V2 ആണ് റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഐ റോട്ട്, ഞാൻ എഴുതി. ഇനി ഷീ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എഴുതി എന്നാണ്. ഞാനൊരു കഥ എഴുതി. ഞാനൊരു കഥ എഴുതി. അപ്പൊ ഇവിടെ ചെറിയൊരു സെന്റൻസ് പൂർത്തിയായല്ലോ. ഐ റോട്ട് എ സ്റ്റോറി. ഐ റോട്ട് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതി. ഇനി ഉണ്ടാക്കുക എന്നുള്ള വെർബ് എടുക്കാം. അതായത് ഇപ്പം മേക്ക് ആണ് അല്ലെ. അപ്പം ഞാൻ ഉണ്ടാക്കി. ഞാൻ ബിരിയാണി ഉണ്ടാക്കി, ഞാൻ പായസം ഉണ്ടാക്കി, ഞാൻ കറി ഉണ്ടാക്കി, അതുപോലെ ഞാനൊരു വലിയ വീടുണ്ടാക്കി. ഇങ്ങനെ പലതും നമ്മൾ ഉണ്ടാക്കി എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പം ഐ മേക്ക് ആണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ മേക്കിന്റെ പാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്, മെയ്ഡ് ആണ്. ഐ മെയ്ഡ്, ഞാൻ ഉണ്ടാക്കി. ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കി. എങ്ങനെ പറയാ, ഐ മെയ്ഡ് എ ബിരിയാണി. ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കി. എങ്ങനെ പറയാ, ഐ മെയ്ഡ് എ ജ്യൂസ്. അപ്പൊ സിമ്പിൾ ആണല്ലോ. ഇതുപോലെ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ വന്നു. ഞാൻ വന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എങ്ങനെ പറയാ, ഐ കെയിം. ഐ കം എന്നല്ല കേട്ടോ. കമ്മിന്റെ V2 ആണ് കെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെർബ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ വെർബിന്റെ ക്ലാസ് മുടങ്ങാതെ കാണുന്നവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. ഞാൻ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുതിയ ചാനലിന്റെ. ഓക്കെ, അപ്പോ ഐ കെയിം, കമ്മിന്റെ V2 കെയിം ആണ്. പക്ഷേ കമ്മിന്റെ V3 എന്ന് പറയുന്നത് കം തന്നെയാണ്. ഐ കെയിം, ഞാൻ വന്നു. ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നു ചെറിയൊരു സെന്റൻസ് ആണല്ലോ. ഐ കെയിം ഹിയർ. ഐ കെയിം ഹിയർ, ഞാൻ ഇവിടെ വന്നു. ഞാൻ എൻ്റെ സഹോദരന്റെ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ സഹോദരന്റെ വീട്ടിൽ വന്നു. ഇതൊരു കുറച്ച് വലിയ സെന്റൻസ് ആണ് അല്ലേ. അപ്പം ഞാൻ വന്നു എന്ന് പറയാൻ നമ്മൾ പഠിച്ചു ഐ കെയിം.
ഐ കെയും ഞാൻ വന്നു എൻ്റെ സഹോദരന്റെ വീട്ടിൽ എന്നാണ്. ഐ കെയും ടു മൈ ബ്രദേഴ്സ് ഹൗസ്. ഐ കെയും ടു മൈ ബ്രദേഴ്സ് ഹൗസ്. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രദേഴ്സ് ആണ് വേണ്ടത്. പോസ്റ്റ് ഓഫീസ് എസ് ഇട്ടിട്ടുള്ള ബ്രദേഴ്സ് ആണ്, മറ്റേ ബ്രദേഴ്സ് അല്ല. അങ്ങനെയാണ് എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ കെയും ടു മൈ ബ്രദേഴ്സ് ഹൗസ്. ഞാൻ എൻ്റെ സഹോദരന്റെ വീട്ടിൽ വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചേർത്ത് സെന്റൻസ് വലിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഞാൻ പൂട്ടി. ഞാൻ പൂട്ടി. എന്താ ഞാൻ പൂട്ടിയത്? ഐ ക്ലോസ്ഡ്. അല്ലെ, ക്ലോസ് പൂട്ടുക, ക്ലോസ്ഡ് എന്താണ്? പൂട്ടി എന്നാണ്. ഐ ക്ലോസ്ഡ് ദ ഡോർ. ഞാൻ വാതിൽ പൂട്ടി, ഞാൻ ജനൽ പൂട്ടി, ഞാൻ ഷോപ്പ് പൂട്ടി, അതുപോലെ ഞാൻ വീട് പൂട്ടി. എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും? അപ്പോ ഞാൻ വാതിൽ പൂട്ടി, ഐ ക്ലോസ്ഡ് ദ ഡോർ. ഞാൻ ജനൽ പൂട്ടി, ഐ ക്ലോസ്ഡ് ദ വിൻഡോ. ഞാൻ ഷോപ്പ് പൂട്ടി, ഐ ക്ലോസ്ഡ് ദ ഷോപ്പ്. എന്നാൽ ഞാൻ വീട് പൂട്ടി എന്നെങ്ങനെ പറയും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറച്ച് സെന്റൻസുകളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് വളരെ സിമ്പിളാണ്. ഞാൻ എടുത്തു. ഞാൻ എടുത്തു. എടുക്കുക ടേക്ക് എന്നാണ് അല്ലെ. എടുക്കുക ടേക്ക് ആണ്. ഞാൻ കുറച്ച് വെള്ളം എടുത്തു. ഞാൻ കുറച്ച് വെള്ളം എടുത്തു എങ്ങനെ പറയാ? നമ്മളൊക്കെ പറയാറുള്ളതാണ്. അപ്പം ഐ ടുക്ക്. ഞാൻ എടുത്തു സം വാട്ടർ. ഐ ടുക്ക് സം വാട്ടർ. ഞാൻ ഫോൺ എടുത്തു. ഫോൺ എടുത്തു എന്നുള്ളതിന് പലതുണ്ട്. പിക്കപ്പ് ദ ഫോൺ എന്ന് പറയും. ഇനി നമ്മൾ റിങ് ചെയ്യുന്ന ഫോൺ എടുത്തിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ആൻസർ ദ ഫോൺ എന്ന് പറയും. പക്ഷെ ഫോൺ എടുത്ത് കയ്യിലെടുത്ത് ഇതിന് നമുക്ക് എന്ത് പറയാം? ഐ ടുക്ക് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ഓക്കെ. ഇനി ഞാൻ പേന എടുത്തു, ഞാൻ പുസ്തകം എടുത്തു, ഞാൻ ബോക്സ് എടുത്തു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഐ ടുക്ക് മൈ ബോക്സ്, ഐ ടുക്ക് മൈ പെൻ, ഐ ടുക്ക് മൈ ബുക്ക്, ഐ ടുക്ക് മൈ ബാഗ്. ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങി, ഐ സ്ലപ്റ്റ്. സ്ലീപ്പിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് സ്ലപ്റ്റ് ആണ്. V3 എന്ന് പറയുന്നതും സ്ലപ്റ്റ് ആണ്. ഐ സ്ലപ്റ്റ്. ഞാൻ ഉറങ്ങി അല്ലെ. ഞാൻ നേരത്തെ ഉറങ്ങി, ഐ സ്ലപ്റ്റ് ഏർലി. ഐ സ്ലപ്റ്റ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങി. ഞാൻ വൈകി ഉറങ്ങി, ഐ സ്ലപ്റ്റ് ലേറ്റ്. ഐ സ്ലപ്റ്റ് ലേറ്റ്. ഞാൻ വൈകി ഉറങ്ങി. ഇങ്ങനെ സെന്റൻസ് പല വിധത്തിലും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇരുന്നു. ഞാൻ ഇരുന്നു അല്ലെ. ഐ സാറ്റ്. സിറ്റിന്റെ പാസ്റ്റ് എന്താണ്? സാറ്റ് ആണ്. ഐ സാറ്റ്. ഞാൻ ഇരുന്നു. ഞാൻ ഇവിടെ ഇരുന്നു, ഐ സാറ്റ് ഹിയർ. ഐ സാറ്റ് ഹിയർ. ഞാൻ കട്ടിലിൽ ഇരുന്നു. ഞാൻ കട്ടിലിൽ ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ കസേരയിൽ ഇരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം കട്ടിലിന്റെ മുകളിലാണല്ലോ നമ്മൾ ഇരിക്കാറ്. ഐ സാറ്റ് ഓൺ ദ ബെഡ്. ഐ സാറ്റ് ഓൺ ദ ബെഡ്. ഐ സാറ്റ് ഓൺ ദ ചെയർ. ഇങ്ങനെയൊക്കെ പറയാട്ടോ. ഇനി ഞാൻ കണ്ടു. ഞാൻ കണ്ടു എങ്ങനെ പറയാ? കാണുക സി എന്നാണ് അല്ലെ. ഞാൻ അവനെ കണ്ടു. കാണുക സി ആണ്, കണ്ടു സോ. സോ ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം. ഐ സോ ഹിം എന്നും പറയാറുണ്ട്, ഐ മെറ്റ് ഹിം എന്നും പറയാറുണ്ട്. ഈ മെറ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ അവനെ കണ്ട് സംസാരിച്ച ആ ഒരു സിറ്റുവേഷനിലെ കണ്ടുമുട്ടുക, നേരിട്ട് കണ്ടുമുട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ മെറ്റ് യൂസ് ചെയ്യുക. ഐ മെറ്റ് ഹിം എന്നും പറയാം, ഐ സോ ഹിം എന്ന് പറയാം. ചുമ്മാ കണ്ടു പോകുന്നതിന് സോ യൂസ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ ഇത്രയും പാസ്റ്റ് സെന്റൻസുകൾ ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കൊന്ന് രണ്ട് സെന്റൻസ് തരാം. ഞാൻ മുറിച്ചു, ഞാൻ വെച്ചു, ഞാൻ വായിച്ചു. ഇത് മൂന്നും എങ്ങനെയാ പറയാ എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നിനും നമുക്ക് ഒരൊറ്റ വെർബാണ് പഠിക്കാനുള്ളത്. ആ വെർബിന് ഒരു മാറ്റവും. V1ഉം V2ഉം V3 ഒക്കെ ഒരുപോലെയാണ് അല്ലെ. മുറിച്ചു, വെച്ചു, അതുപോലെ വായിച്ചു.
ഇത് മൂന്ന് എങ്ങനെ പറയാം എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. വളരെ സിമ്പിളാണ്. അതുപോലെ ഞാൻ മുമ്പേ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, ഒന്നോ രണ്ടോ. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓപ്ഷനും ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.